Hi learners, welcome to iPlus Training Solutions. iPlus Training Solutionsന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കെമിക്കൽ എക്സാമിനേഴ്സ് ലബോറട്ടറിയിൽ സയന്റിഫിക് ഓഫീസർ പുതിയതായിട്ട് PSC നോട്ടിഫൈ ചെയ്തിട്ടുള്ള പോസ്റ്റാണ്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മളുടെ ചാനലിൽ തന്നെ കിടപ്പുണ്ട്. സോ നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാം. ഓൾസോ നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു കോഴ്സിനെ റിലേറ്റ് ചെയ്ത് വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനും അതുപോലെ ഈ ഒരു കോഴ്സിനെ പറ്റി കുറച്ചൊന്ന് ഡിസ്കസ് ചെയ്യാൻ കൂടെ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു പോസ്റ്റിന്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് MSc ബയോകെമിസ്ട്രി, MSc കെമിസ്ട്രി ആൻഡ് MSc ഫോറൻസിക് സയൻസ് ആണ്. അതുപോലെ തന്നെ കെമിസ്ട്രി ബയോകെമിസ്ട്രി ആ ഒരു സെക്ഷനിലെല്ലാം ഇക്വിവാലൻസ് ഉള്ള കോഴ്സുകൾക്കും അല്ലെങ്കിൽ ഇക്വിവാലൻ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനും ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫോറൻസിക് സയൻസിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. ഫോറൻസിക് സയൻസ് എന്ന് പറയുന്നത് 10 മൊഡ്യൂൾസ് ആക്കിയിട്ട് അല്ലെങ്കിൽ 10 യൂണിറ്റ്സ് ആക്കി തിരിച്ചിട്ടാണ് നമ്മുടെ എക്സാമിന്റെ സിലബസിൽ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് സിലബസ് നോക്കിയാൽ കാണാൻ പറ്റും. ആൻഡ് യൂണിറ്റ് 1 എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു ദ ഫോറൻസിക് സയൻസ് ആണ്. അതായത് ഫോറൻസിക് സയൻസ് എന്താണ്, ഫോറൻസിക് സയൻസിന്റെ പ്രിൻസിപ്പിൾസ് എന്താണ്, അതിൽ വരുന്ന മെയിൻ സയന്റിസ്റ്റുകൾ ആരൊക്കെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ആൾക്കാർ ആരൊക്കെയാണ്, അതുപോലെ ഫിസിക്കൽ എവിഡൻസ്. സെക്കൻഡ് യൂണിറ്റ് ആണ് ഫിസിക്കൽ എവിഡൻസ്. ഫിസിക്കൽ എവിഡൻസ് എന്ന് പറയുമ്പോൾ എന്താണ് ഫിസിക്കൽ എവിഡൻസ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, എന്തെല്ലാമാണ്, അല്ലെങ്കിൽ വാട്ട് ആർ ദ എക്സാമ്പിൾസ് ഓഫ് ദ ഫോറൻസിക് എവിഡൻസ്, അതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് തേർഡ് മൊഡ്യൂൾ പറയുമ്പം ഫോറൻസിക് മെഡിസിൻ ആണ്. അതായത് ഒരു കോഴ്സ് ഓഫ് ഡെത്ത് ആയിക്കോട്ടെ, ഒരു ടൈം സിൻസ് ഡെത്ത് ആയിക്കോട്ടെ, അത് എങ്ങനെ നമുക്ക് ഫോറൻസിക് ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും, ആൻഡ് അതെങ്ങനെ നമ്മളുടെ ക്രൈം സീനും ക്രൈം ഇൻവെസ്റ്റിഗേഷനും ഹെൽപ്പ് ചെയ്യുന്നു, അതെല്ലാമാണ് ഫോറൻസിക് മെഡിസിനിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് ഫോറൻസിക് ടോക്സിക്കോളജി എന്ന് പറയുമ്പോൾ പോയിസൺസിനെ പറ്റി അതുപോലെ കെമിക്കൽസിനെ പറ്റി എല്ലാം ഉള്ള സ്റ്റഡിയാണ്. ടോക്സിക്കോളജി എന്ന് പറയുന്നത് ഒരു കെമിക്കൽ അനാലിസിസ് ആണ് നമ്മളുടെ ടോക്സിക്കോളജി എന്ന് പറയുന്നത്. ആൻഡ് ദെൻ ഫിഫ്ത്ത് ആണ് ബാലിസ്റ്റിക്സ്, അതായത് ഫയർ ആർംസ്, അമ്യൂണിഷൻ, ഇതിനെല്ലാം കുറിച്ചുള്ളതാണ് ബാലിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ആൻഡ് സിക്സ്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ഫോറൻസിക് ഒരു ബ്രാഞ്ചിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റേഷൻസ്, അതായത് അത് മുകളിലുള്ള 2 സബ്ജക്റ്റിലും ബയോകെമിസ്ട്രിയിലും കെമിസ്ട്രിയിലും എല്ലാം വരുന്നുണ്ട്. എന്നാൽ പോലും ഇൻസ്ട്രുമെന്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെല്ലാം ഇൻസ്ട്രുമെന്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് അതിൻ്റെ പ്രിൻസിപ്പൾസ് എന്താണ്, അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, എന്തെല്ലാം പർപ്പസിനാണ് യൂസ് ചെയ്യുന്നത് എന്നതാണ് ഇൻസ്ട്രുമെന്റേഷൻ ഡീൽ ചെയ്യുന്നത്. ആൻഡ് കമ്പ്യൂട്ടർ ഫോറൻസിക്സ് ഉണ്ട്, ആൻഡ് ബയോളജി ആൻഡ് സെറോളജി, ആൻഡ് ഫോറൻസിക് ഫിസിക്സ്, അതിൽ ടൂൾ മാർക്സ്, ടയർ മാർക്സ്, ട്രാക്ക് മാർക്സ്, ഇതെല്ലാമാണ് ഫോറൻസിക് ഫിസിക്സിൽ ഡീൽ ചെയ്യുന്നത്. എൻറ്റമോളജി എന്ന് പറയുമ്പോൾ ഇൻസെക്ട്സ് എങ്ങനെയാണ് ആ ഒരു പർട്ടിക്കുലർ ക്രൈം സോൾവ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നതെന്നാണ് ഫോറൻസിക് എൻറ്റമോളജി. ആൻഡ് ഫോറൻസിക് സൈക്കോളജി, ആൻഡ് ദെൻ വി ഹാവ് ഡോക്യുമെന്റ് സെക്ഷൻസ് ഉണ്ട്. സോ ഈ ഇത്രയും 10 യൂണിറ്റ്സ് ആണ് നമ്മളുടെ എക്സാമിന്റെ സിലബസിൽ കവർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ പഠിച്ചു പോയാൽ മാത്രമാണ് നമുക്ക് ഒരു ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ ഈ ഒരു പേപ്പർ. ഓൾസോ ഇത്രയും യൂണിറ്റ്സ് ഉണ്ടെന്ന് കരുതി പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇറ്റ്സ് വെരി സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ആൻഡ് ഓൾസോ നമ്മൾ സിമ്പിളായിട്ട് എങ്ങനെയാണ് ഇതിനെ പഠിക്കുന്നതെന്നാണ് നമ്മൾ ഈ ഒരു കോഴ്സിലൂടെ നമ്മൾ നോക്കുന്നത്. ആൻഡ് ഇത് ഈ ഒരു എക്സാമിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രിപ്പറേഷൻ ആണ്. അതായത് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യപേപ്പറുകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ബയോകെമിസ്ട്രി, കെമിസ്ട്രി, ഫോറൻസിക് സയൻസിൽ 30-30-40 എന്നുള്ള റേഷ്യോയിലാണ് ചോദിച്ചിട്ടുള്ളത്. സോ കുറച്ച് ഇമ്പോർട്ടൻസ് ഫോറൻസിക് സയൻസിന് കൂടുതലുണ്ടെങ്കിലും മറ്റു 2 സബ്ജക്റ്റും ഒരുപോലെ നോക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഒരു ഫോറൻസിക് സയൻസ് പഠിച്ചിട്ടുള്ള ഒരാൾക്ക് മറ്റു 2 സബ്ജക്റ്റും നേരെ തിരിച്ചും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു എക്സാം നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓൾസോ നമുക്ക് PYQ ചെയ്യുന്ന അല്ലെങ്കിൽ PYQന്റെ കുറച്ചും കൂടെ ഡിസ്കഷൻ, PYQ ചെയ്ത് പഠിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഓൾസോ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക, ആൻഡ് ടൈം മാനേജ്മെന്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ 4 കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമാണ് എക്സാമിന് നമുക്ക് നല്ല രീതിയിൽ അപ്പിയർ ചെയ്യാനും ക്രാക്ക് ചെയ്യാനും പറ്റുള്ളൂ. ആൻഡ് നമുക്ക് ഈ ഒരു കോഴ്സിനെ പറ്റി അല്ലെങ്കിൽ ഈ ഒരു പോസ്റ്റിനെ പറ്റി വരുമ്പോൾ ഒരുപാട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഫോറൻസിക് സയൻസ് എന്താണ്, ഫോറൻസിക് സയൻസ് ടഫ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണോ, ആദ്യം തന്നെ മനസ്സിലാക്കുക. ഫോറൻസിക് സയൻസ് എന്ന് പറയുന്നത് എല്ലാ സയൻസ് ബ്രാഞ്ചുകളെയും കൂടെ കണക്ട് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ ക്രൈം സോൾവിങ്ങിന് വേണ്ടിയിട്ട് കണക്ട് ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് ആണ് ഫോറൻസിക് സയൻസ് എന്ന് പറയുന്നത്.
വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാവുന്ന ഒരു കാര്യമാണ് ഫോറൻസിക് സയൻസ്. അതായത് കെമിസ്ട്രി ബയോകെമിസ്ട്രി എല്ലാം വെച്ച് നോക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാവുന്നതാണ്. ആൻഡ് ഫോറൻസിക് സയൻസിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു 10 മൊഡ്യൂൾസ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യണം. ഓൾസോ ഈ കവർ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ എയിം ചെയ്യുന്നത് ആ ഒരു സബ്ജക്റ്റിൽ നല്ലൊരു സബ്ജക്ട് നോളജ് ഉണ്ടാക്കിയെടുത്താൽ മാത്രമാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് നമുക്ക് അപ്പിയർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻസ് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുക, അത് മാത്രമാണ് അതിൻ്റെ ഉള്ള വഴി എന്ന് പറയുന്നത്. ആൻഡ് ടഫ് സബ്ജക്റ്റ് ആണെന്ന് ചോദിച്ചാൽ ഒരിക്കലും ടഫ് സബ്ജക്റ്റ് അല്ല. അതായത് കെമിസ്ട്രി ബയോകെമിസ്ട്രി പഠിച്ച ഒരാൾക്ക് ഫോറൻസിക് സയൻസ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ടഫ് സബ്ജക്റ്റ് അല്ല. പിന്നെ അതുപോലെ തന്നെ ഫോറൻസിക് സയൻസ് സ്റ്റുഡൻറ്റിന് കെമിക്കൽ എക്സാമിനേഴ്സ് ലബോറട്ടറിയുടെ ഇത് പാസ്സാവണമെങ്കിൽ അല്ലെങ്കിൽ ക്രാക്ക് ചെയ്യണമെങ്കിൽ ബുദ്ധിമുട്ടാണോ അല്ലെങ്കിൽ ഈസി ആണോ ചോദിക്കും. അങ്ങനെ സംബന്ധിച്ചിടത്തോളം ഒരാൾക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതായത് ആ ഒരു കെമിസ്ട്രി ബയോകെമിസ്ട്രി എന്തൊക്കെ പറഞ്ഞാലും നമുക്കൊരു പ്രോപ്പറായിട്ടുള്ള ഒരു ഗൈഡൻസ് വേണം, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് നമുക്ക് ആ ഒരു ടീച്ചിങ് ഒരു എബിലിറ്റി അല്ലെങ്കിൽ നമുക്ക് ആ കിട്ടുന്ന ഒരു മെൻറ്റർഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ആ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ട. അതുകൊണ്ട് തന്നെ ഫോറൻസിക് സയൻസ് പഠിച്ചിട്ടുള്ള സ്റ്റുഡൻസിന് കെമിസ്ട്രി ആൻഡ് ബയോകെമിസ്ട്രി ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇതില്ലെങ്കിൽ, അതായത് ഫോറൻസിക് സയൻസ് സ്റ്റുഡൻറ്റിന് ഒരു കെമിസ്ട്രി ബാക്ക്ഗ്രൗണ്ട് ഇല്ലെങ്കിലും കെമിസ്ട്രി സ്റ്റുഡൻറ്റിന് ഫോറൻസിക് സയൻസിന് അറിയാനും ഉള്ള ഒരു വഴിയാണ് നമ്മൾ കെമിക്കൽ എക്സാമിനേഴ്സ് ലബോറട്ടറിയുടെ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. എൻറോൾ ചെയ്യുക, I+ആയിട്ട് എൻറോൾ ചെയ്യുക. അപ്പോൾ നമുക്ക് യൂണിറ്റ് വൈസ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ, 3 സബ്ജക്റ്റിനും യൂണിറ്റ് വൈസ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ, അതായത് ഫുൾ സിലബസ് കവർ ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്. ആൻഡ് PYQ ഡിസ്കഷൻസ്, മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുക. അതുപോലെ തന്നെ ആ ഒരു ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് എന്താണെന്ന് കണ്ടെത്തി അതിന് പഠിക്കുക. ആൻഡ് ഈ ഒരു ക്ലാസ്സസ് നിങ്ങൾക്ക് നൽകുന്നത് എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ഫാക്കൽറ്റി ഗ്രൂപ്പ് ആയിരിക്കും. കെമിസ്ട്രിക്കായാലും ഫോറൻസിക് സയൻസിനായാലും അങ്ങനെ തന്നെയാണ്. ആൻഡ് ഓൾസോ നമുക്ക് പ്രീ റെക്കോർഡഡ് ആയിട്ടുള്ള ലൈവ് സെക്ഷൻസും പ്രീ റെക്കോർഡഡ് ഉണ്ടായിരിക്കും, അതുപോലെ ലൈവ് സെക്ഷൻസ് ഉണ്ടായിരിക്കും. പ്രീ റെക്കോർഡഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴാണോ നിങ്ങൾ ടൈം കണ്ടെത്തുന്നത് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് കാണാവുന്നതേ ഉള്ളൂ. ആൻഡ് ലൈവ് സെക്ഷൻസിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇൻറ്ററാക്റ്റീവ് സെക്ഷൻസ് പോസിബിൾ ആണ്. ആൻഡ് ടെസ്റ്റ് സീരീസ് മോക്സ് ടെസ്റ്റ് ചെയ്യുക, അതെല്ലാം നമ്മൾ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനും ടൈം മാനേജ്മെൻറ്റിനും എല്ലാത്തിനും കൂടെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ആൻഡ് ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് ഉണ്ടാവുക, സ്വാഭാവികമായിട്ട് 3 സബ്ജക്റ്റിൽ ഡൗട്ട് ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡൗട്ട് ക്ലിയറൻസ് സെക്ഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. ബിക്കോസ് ഈ ഒരു മെൻറ്റർഷിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സാം സുഖമായിട്ട് ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ഫോർ എല്ലാ ബാക്ക്ഗ്രൗണ്ടുള്ള ആൾക്കാർക്കും. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് എക്സാമും അതിൻ്റെ പ്രിപ്പറേഷൻസും എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളുടെ കോഴ്സസ് എല്ലാം ഓൾറെഡി സ്റ്റാർട്ടായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ എൻറോൾ ചെയ്യുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മളുടെ കോഴ്സായിട്ട് എൻറോൾ ചെയ്യണമെന്നാണ് പറയാനുള്ളത്. ബിക്കോസ് ഇത്രയും സുഖമായിട്ട് അല്ലെങ്കിൽ ഇത്രയും സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ 4 കാര്യങ്ങൾ, അത് ടൈം മാനേജ്മെൻറ്റ് ആണെങ്കിലും PYQ ഡിസ്കഷൻസ് ആണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുക തന്നെയാണ് ഒരു വഴിയുള്ളൂ. സോ I+ആയിട്ട് ഉടനെ തന്നെ എൻറോൾ ചെയ്യുക. ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ നമുക്ക് പറ്റുന്നതേ ഉള്ളൂ, അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. സോ താങ്ക് യു.